ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളിന്ന് വാഗമൺ പോവുകയാണേ. ഞങ്ങൾ മോർണിംഗ് ഒരു 8:30 ഒക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു റോഡൊക്കെ. വണ്ടി ഓടിക്കുന്ന ആളാണ് റിനു, എൻ്റെ ഹസ്ബൻഡായിട്ട് വരും പറഞ്ഞു വന്ന. ട്രാവൽ ചെയ്ത് കുറച്ചായപ്പോൾ തന്നെ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി ഞാനൊരു കോഫിയും റിനു ഒരു ടീയും ആണേ പറഞ്ഞത്. പിന്നെ ഞാനൊരു ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചായ മുക്കി കഴിക്കുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ചായയല്ല കോഫി ആയിരുന്നു കുടിച്ചത്. എനിക്ക് കോഫി ഇഷ്ടം, ചായ വലിയ താല്പര്യമില്ല. ഫസ്റ്റ് ടൈമായിട്ട് ലോങ് വീഡിയോ ഇടുന്നുണ്ട് ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ വാഗമൺ എത്തിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെയൊക്കെ വന്നത്, ഭയങ്കര തണുപ്പായിരിക്കും, അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ കരുതി. തീ വെയിലായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് അഡ്വഞ്ചർ പാർക്കിലോട്ടായിരുന്നേ. എരിപൊരി വെയിലത്ത് ഞങ്ങളെല്ലാം നടന്ന് കാണുവാണേ. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എരിപൊരി വെയിലത്ത് നിങ്ങൾ നടന്ന് കാണാനായിട്ട് വട്ടുണ്ടോന്ന്. പക്ഷേ എല്ലാം കണ്ടായിരുന്നു. ഇതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കയറണമെന്നുള്ള ആഗ്രഹം എല്ലാം അവിടെ തീർന്നു. പിന്നെ പോയി കയറിയത് ഇതിനകത്തായിരുന്നു. ഇത് നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ വീഡിയോ ഇടാനും മനഃപൂർവ്വമാണ്, ഞാൻ പേടിച്ചരണ്ട് ചത്തായിരുന്നു അതിനകത്ത്. പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത് എങ്ങോട്ട് പോകണമെന്നുള്ള പ്ലാൻ ചെയ്യുവാണേ. പ്ലാൻ ചെയ്തത് ഫുഡ് കഴിക്കാൻ പോകാനായിട്ടായിരുന്നു. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴേ 3:30 ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് കട തപ്പി 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 ഒരു ഷോപ്പ് കിട്ടി. ഒരു ചിക്കൻ ബിരിയാണി ഒരു മീൽസും ആയിരുന്നേ പറഞ്ഞിരുന്നത്. കുഞ്ഞിനെ സേഫാക്കി ഞങ്ങൾ ചെയർ ഇരുത്തിയിട്ടുണ്ട്. ബിരിയാണി എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. മീൽസ് ഞാൻ വാങ്ങിയെന്ന് റിനുവിൻ്റെ കഴിച്ചു നോക്കി, നല്ല മീൽസ് ആയിരുന്നു. എനിക്ക് അത് ഇഷ്ടപ്പെട്ടെ, അത് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. പൈൻ വാലിയിലോട്ടൊക്കെ പോകാമെന്ന് കരുതി പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ നടന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് നടന്ന് നല്ല ടയേർഡായിട്ടായിരുന്നു. ലാസ്റ്റ് റിസോർട്ടിലോട്ടാണ് നേരെ വന്നത്. ഐസ് ഹിൽസ് എന്ന് പറയുന്ന റിസോർട്ടാണ്. നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ ആണ് അവിടെ നിന്നെല്ലാം കാണാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ നല്ല ടയേർഡായിട്ടുണ്ട്. കുഞ്ഞ് നല്ലപോലെ ടയേർഡായി, ഞാനും നല്ലപോലെ ടയേർഡായി. നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ തുടങ്ങി. കുളിക്കാനായിട്ട് പോയതായിരുന്നു. പക്ഷേ ഇറങ്ങില്ല, കാരണം തണുപ്പുണ്ടായിരുന്നു. പിന്നെ DJ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ DJക്ക് പോയി. പക്ഷേ മോൻ ഒരു ചെറിയ പേടി കാണിച്ചു തുടങ്ങിയപ്പം തിരിച്ചിങ്ങ് പോന്നു. കാരണം കുഞ്ഞിന് 8 months ആയതേ ഉള്ളൂ. അവന് DJ ഒക്കെ കാണുമ്പോൾ ഓൾറെഡി പേടിയൊക്കെ വരും. എല്ലാ സെറ്റപ്പും ഉള്ള ഒരു റിസോർട്ടായിരുന്നേ. ഡൈനിങ് ഏരിയ ഒക്കെ എടുത്ത് പറയേണ്ടതുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നൈറ്റാണ് റിസോർട്ട് കാണാൻ ഒന്നും കൂടെ ഭംഗി. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നൈറ്റ് ഞങ്ങൾ ഫുഡ് പറഞ്ഞത് ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസും ആയിരുന്നു. റൂം സർവീസ് ആയിരുന്നു എടുത്തിരുന്നത്. കാരണം മോൻ ഉറങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് റൂമിലോട്ട് ഫുഡ് കൊണ്ട് തരുമായിരുന്നു ചെയ്തത്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളേ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റിസോർട്ടിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ.